നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് വളരെ സിമ്പിളായി ചില മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ഈ നെവിൽ ഗോഡാർഡ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേജുകൾ മാത്രമുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഫീലിംഗ് ഈസ് എ സീക്രട്ട്. ആ പുസ്തകം കണ്ടു കഴിഞ്ഞാൽ ഈ ലഗേരഹോ മുന്നാബ എന്ന സിനിമയിൽ ഈ പുസ്തകം വായിക്കാൻ ഇഷ്ടമില്ലാത്ത സഞ്ജയത്തിൻ്റെ ക്യാരക്ടർ ഒരു ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ ഈ ഗാന്ധിജിയുടെ പുസ്തകം തേടി നടക്കുമ്പോൾ ഏറ്റവും ചെറിയ പുസ്തകം നോക്കിയിട്ട് അത് എടുക്കുന്നൊരു സീനുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ വളരെ കുറച്ച് പേജുകൾ മാത്രമേ ഉള്ളൂ. ആ പുസ്തകത്തിൻ്റെ ആ മുഖവുരയിലും പറയുന്നുണ്ട്, ഈ പുസ്തകം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേജുകൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിലെ കോണ്ടന്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണെന്നുള്ളത്. അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള പല ഇൻസ്ട്രക്ഷൻസും അദ്ദേഹം ഈ ആ ഒരു പുസ്തകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പുസ്തകത്തിലെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോ ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ, ഒരു നിയമവും അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണ്. നമ്മുടെ ബോധം, കോൺഷ്യസ്നെസ്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ അതിനെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാമെന്നാണ് നെവിൽ ഗോഡാർഡ് പറയുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ബോധമനസ്സ്. രണ്ട് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ്. ഈ ബോധമനസ്സിനും ഉപബോധ മനസ്സിനും വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ സംഭവിക്കുന്നതിനായിട്ട്. അപ്പോൾ ഇതിൽ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ഒരു സ്വഭാവമായിട്ടാണ് നെവിൽ ഗോഡാർഡ് പറയുന്നത്. അതായത് മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഇംപ്രഷൻ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇംപ്രഷൻ വളർത്തിയെടുക്കുന്നത് ഈ ഒരു മെയിൽ ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഈ ഒരു കോൺഷ്യസ് മൈൻഡാണ്. അതേസമയം സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു സംഭവമായിട്ടാണ് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രകടമാകുന്നത് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് നാം എന്താണോ ഇംപ്രസ് ചെയ്യുന്നത് അതാണ് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് എന്നാണ് നെവിൽ ഗോഡാർഡ് പറയുന്നത്. അതായത് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് എല്ലാത്തിലും ഒരു തരംതിരിവ്, അതായത് ഏതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റ് അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻറ്റ്, അങ്ങനെ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് ഈ ഒരു കോൺഷ്യസ് മൈൻഡിന്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തരത്തിലുള്ള ഒരു വകതിരിവുമില്ല. അയാളോട് എന്താണോ പറയുന്നത് അത് അതേപടി അനുസരിക്കുക എന്നതാണ് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് ചെയ്യുന്നത്. പക്ഷേ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എങ്ങനെയാണ് ഇത് ഇംപ്രസ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ വികാരങ്ങളാണ്. ആ ഒരു വികാരങ്ങളിലൂടെയാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് ഒരു പുരുഷനെ പോലെയും സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ഫീമെയിലിനെ പോലെയും ആണെങ്കിൽ ഈ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിക്കുമ്പോഴാണ് അതിൽ നിന്ന് പല സൃഷ്ടികളും ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കുക? അതിന് സാധിക്കുന്നതായിട്ടുള്ള രണ്ട് മാർഗങ്ങളാണ് അദ്ദേഹത്തിന്റെ അടുത്ത രണ്ട് ചാപ്റ്ററുകളിൽ പറയുന്നത്. അതിൽ ഒരു മാർഗം എന്ന് പറയുന്നത് സ്ലീപ്പ് അല്ലെങ്കിൽ ഉറക്കമാണ്. അപ്പോൾ ഉറക്കം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണല്ലോ, ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ മതി എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അവിടെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം. അതായത് നാം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എന്താണോ നമ്മുടെ ചിന്തയിൽ പോകുന്നത് അതാണ് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ക്യാപ്ചർ ചെയ്യുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ ഈ ഉറക്കം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒന്നു ചേരുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയും പുരുഷനും ഒന്നു ചേരുന്ന ഒരു സമയമാണ്. അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ എന്താണോ നമ്മുടെ ചിന്തയിൽ വരുന്നത് അതാണ് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ക്യാപ്ചർ ചെയ്തിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നാം കടത്തിവിടുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് വളരെ അധികം നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തെ അത് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്തു, അതല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന നമ്മുടെ വികാരങ്ങൾ എന്താണ്, ആ ഒരു ഫീലിംഗ്, നമ്മുടെ എല്ലാ സെൻസസും ഉപയോഗിച്ച് നമുക്കുണ്ടാകുന്ന ഒരു ഇമോഷൻ, അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നാം കിടന്നുറങ്ങാൻ പോവുകയാണെങ്കിൽ ആ ഒരു മോമെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമായിട്ടുള്ള ആ ഒരു മോമെൻറ്റ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രസ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നല്ലൊരു വീട് മേടിക്കണമെന്നതാണെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് നാം കയറുന്നു. അപ്പോഴുണ്ടാകുന്ന നമ്മുടെ ആ ഒരു ഇമോഷൻ, നമ്മുടെ സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നതായിട്ടുള്ള നമ്മുടെ ഫീലിങ്സ്,
നമുക്കുണ്ടാകുന്ന വളരെയധികം സന്തോഷം, ആ ഓരോ റൂമിലെയും എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു സറൗണ്ടിങ്ങിൽ അനുഭവപ്പെടുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ, അങ്ങനെ കിടന്നുറങ്ങുന്നതിന് മുമ്പായി ആ ഒരു മൊമെൻ്റാണ് നാം മനസ്സിൽ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ അത് തുടരെ അത് ദിവസവും അത് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് നെവിൽ ഗോഡാർഡ് പറയുന്നത്. അങ്ങനെ അത് ഡെയിലി നാം അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് വളരെയധികം ഇംപ്രസ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി സബ് കോൺഷ്യസ് മൈൻഡ് അത് നമ്മുടെ ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നു. അപ്പോൾ നാം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള വളരെ ഒരു ഹൈ പർപ്പസോട് കൂടിയിട്ടുള്ള ഒരു കാര്യത്തിന് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നെവിൽ ഗോഡാർഡ് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രെയർ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ കൺവെൻഷണൽ വേസ് ഓഫ് പ്രേയേഴ്സിനെ കുറിച്ച് ഒരു പക്ഷേ തോന്നാം. പക്ഷേ ഇവിടെ പറയുന്ന പ്രെയർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നാം കുറേ കൂടി വളരെയധികം ക്വൈറ്റ് ആകുമ്പോൾ, അതായത് നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രെയറാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മൊത്തത്തിൽ വളരെയധികം റിലാക്സ്ഡ് ആകാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞു തരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കണ്ണുകൾ അടച്ചുകൊണ്ട് എൻ്റെ കാലുകൾ വളരെയധികം റിലാക്സ്ഡ് ആകുന്നു, എൻ്റെ കൈകൾ വളരെയധികം റിലാക്സ്ഡ് ആകുന്നു, എൻ്റെ ബോഡി മൊത്തത്തിൽ വളരെയധികം റിലാക്സ്ഡ് ആകുന്നു. അങ്ങനെ കുറച്ച് നേരം പറയുക. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ബോഡി വളരെയധികം റിലാക്സ്ഡ് ആവുന്ന ഒരു മൊമെൻറ്റിൽ പിന്നെ നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം അത് നമുക്ക് നന്ദി രൂപത്തിൽ, അതായത് താങ്ക് യു, ഈ ഒരു കാര്യം, എൻ്റെ ഒരു ആഗ്രഹം ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഐ ആം സോ ഹാപ്പി, ആ ഒരു എന്താണോ ആ ഒരു ആഗ്രഹം അത് നടന്നു എന്ന രീതിയിൽ അത് നടക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ്. അങ്ങനെ അതിനെ വളരെയധികം സന്തോഷത്തോടു കൂടി പറയുക. അത് നമുക്ക് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഗോഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന രീതിയിൽ നാം നന്ദി പറഞ്ഞുകൊണ്ട് വളരെയധികം നാം സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ അപ്പോൾ തന്നെ കിടന്നുറങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രെയർ എന്ന് പറയുന്നതും നമ്മുടെ ബോഡി വളരെയധികം റിലാക്സ് ചെയ്തുകൊണ്ട് വിശ്രമിപ്പിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യത്തിന് ഒരു പ്രെയർ രൂപേണ പറയുക. പ്രെയർ എന്ന് പറയുമ്പോൾ എനിക്കത് കിട്ടണമേ, എനിക്കത് വേണമേ എന്നുള്ള രീതിയിലല്ല, അതിന് പകരം അതെനിക്ക് ലഭിച്ചു, അതിന് ഞാൻ വളരെയധികം നന്ദിയുള്ള ഒരു വ്യക്തിയാണ് എന്ന രീതിയിലാണ് ഇവിടെ പ്രെയർ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രെയർ അങ്ങനെ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുക. അപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഈ നമ്മുടെ ആഗ്രഹങ്ങൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെയും ഒരു ഉപബോധ മനസ്സിലേക്ക് നാം കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ രണ്ട് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ലീപ്പ് അല്ലെങ്കിൽ പ്രെയർ ഇവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രസ് ചെയ്യാൻ സാധിക്കും. അതുവഴി ആ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അങ്ങനെ വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ കുറച്ച് പേജുകളുള്ളൊരു പുസ്തകമാണ് ഫീലിംഗ് ഈസ് എ സീക്രട്ട് എന്ന് പറയുന്നൊരു പുസ്തകം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കുറേയധികം ഉപകരിക്കുന്ന വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.